പഴച്ച കക്ഷിയാണ്, അവർ ഇസ്ലാമെന്ന് പുറത്താണ്, മുസ്ലിമുകളെ പള്ളിയിൽ അവരെ കയറ്റാൻ പാടില്ല, മുസ്ലിമുകളെ മഖ്ബറയിൽ അവരെ മറയാനും പാടില്ല എന്ന് പ്രഖ്യാപിച്ചു. അവരാ പ്രഖ്യാപനത്തിന്റെ ശക്തി ഇന്നും ഒരു കേടില്ലാണ്ട് നിലനിൽക്കണം. അതിൽ വേറെ മറയത് പോവുക, അവർ പള്ളിക്കൊന്നും ഒരു കയറുന്നില്ല. അപ്പം ഇത്ര വലിയ ഉത്തരവാദിത്തമാണ് ഒരു പാർട്ടി പേശ എന്ന് പറയുന്നത്, ചില്ലറല്ലത്. വളരെയധികം മനസ്സിലാക്കിക്കൊണ്ടാണ് സമസ്ത ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സമസ്തന്റെ ആ വിരോധികൾ, കൂടുതൽ വിശദീകരണ ആവശ്യമില്ല, പലതും നിങ്ങൾ മനസ്സിലാക്കിയതാണത്, അത് ആദർശിക വിരോധികളാണ്. അതിൽപ്പെട്ടത് തന്നെയാണ് സമസ്തയിൽ നിന്ന് പിരിഞ്ഞുപോയ ബഹുമാനപ്പെട്ട സഖ്വ മുസ്ലിയാരുടെ വാദം. അത് ആശയപരമായിരിക്കുന്ന വാദം തന്നെയാണ്. അതിൽ പറയുന്നത് അതുകൂടി ഈ കാലഘട്ടത്തിൽ നാല് 5-67 ചേർന്ന മുഷാവറ യോഗത്തിൽ വായിച്ച റിപ്പോർട്ട് 3 1 2 പറയാം. പിന്നീട് മൗലവി പി ഇബ്രാഹിം മുസ്ലിയാർ ബാങ്ക്, ഖുതുബ ഇവയിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിനെ പറ്റി തന്ന ചോദ്യത്തിനെ പറ്റി ദീർഘമായി ആലോചന ചെയ്യുകയും ലൗഡ് സ്പീക്കർ ബാങ്കിലും ഖുതുബയിലും മറ്റും ഉപയോഗിക്കുന്നതിന് യാതൊരു വിരോധമില്ലെന്നും ഏകാഭിപ്രായമായി തീരുമാനിക്കുകയും ചെയ്തു. ഈ സംഗതി പത്രത്തിൽ റിപ്പോർട്ടായി കൊടുക്കുവാനും തീരുമാനിച്ചു. അതിൻ്റെ മുമ്പ് കണ്ണിയത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനിച്ചത്. പിന്നെ സർക്കോലിയറാണ് അതിൻ്റെ അവിടുത്തെ പ്രസിഡന്റെന്ന്. അടുത്ത യോഗം വരേണ്ടത് മൂപ്പർ അധ്യക്ഷതയിലാകരുത്. ആ അധ്യക്ഷതയിൽ മൂപ്പരെ മുന്നിൽ വായിച്ച റിപ്പോർട്ടാണ് സദഖത്തുള്ള മൗലവി ഒപ്പ്. ഏകകണ്ഠമായി തീരുമാനിച്ച ആ റിപ്പോർട്ട് പിന്നെ യോഗത്തിൽ വായിക്കൽ പിന്നത്തെ വരുന്ന അധ്യക്ഷനാണ്. അപ്പം ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും ഇത് ജായിദാണ് എന്ന്. നിങ്ങളെ അഭിപ്രായം എന്താ പറയണമെന്നാണ് സർക്കോലിയരോട്. മൂപ്പര് അന്ന് പ്രസിഡന്റാണ്. അതാണ് സദഖയുടെ കത്ത്, സദഖത്തുള്ള മൗലവിയുടെ കത്ത് 4/5/1967. ഖുതുബയും ബാങ്കും മറ്റും ഉച്ചഭാഷണിയിൽ കൂടെ ഓതുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് കഴിഞ്ഞ 8/4/69 സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ യോഗം എടുത്ത തീരുമാനത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. മുപ്പരിടത്ത് എത്താണ് അവിടെ പ്രിന്റ് ചെയ്ത് വെച്ചേക്കുക. സമസ്ത 39 ആളും പാസ്സാക്കി കഴിഞ്ഞാൽ ആരും അരക്കടില്ല. ലോകത്തൊന്നായിട്ട് മക്കയിലും മദീനയിലും ഈ ലക്ഷക്കണക്കിൽ 6 ഊണിടത്തൊക്കെ അല്ല ജുമായിൽ നിൽക്കാനും ദൈവവിലാസനെ കേൾക്കല്ലേ. 39 ആളും പാസ്സാക്കി കണ്ണിയത്തിൻ്റെ നേതൃത്വത്തിൽ. അപ്പം ഇനി എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് മൂപ്പർ അന്ന് ആ യോഗത്തിലില്ല, പിന്നെ ഒന്ന് യോഗത്തിൽ ഇപ്പോഴാണ് ചോദിച്ചത്. ആ അഭിപ്രായം എന്താ പറയും? മഹാനവറുകൾ പറഞ്ഞതാ, ഖുതുബയും ബാങ്കും മറ്റും ഉച്ചഭാഷണിയിൽ കൂടെ ഓതുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് കഴിഞ്ഞ 8/4/67 സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ യോഗം എടുത്ത തീരുമാനത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ തീരുമാനത്തിന് ബാധകമല്ല എന്ന് സഖ്വ മൗലവി പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒപ്പ്. എന്താ പാടുണ്ടായത്? മൂപ്പരുടെ അഭിപ്രായം എങ്ങനെയാണ്? സമസ്തന്റെ തീരുമാനങ്ങളൊക്കെ ഞാൻ അംഗീകരിച്ചു. പിന്നെ അവരുടെ ചില ആളുകൾ ഇപ്പോൾ വലിയൊരു കാര്യമായിട്ട് നേരത്തെ അവിടെ പറഞ്ഞ മാതിരി ഇവർ ഈ മുടിൻ്റെ വിഷയത്തിൽ പരാജയപ്പെട്ടപ്പം അത്ര പറഞ്ഞിട്ടും ഉക്കളില്ല. അപ്പം ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു ആനെ കൊടന്നു. ലക്ഷോപലക്ഷങ്ങളുടെ മനസ്സിൽ വിശ്വാസ പൂമഴ ചൊരിഞ്ഞ് ഈ മഹാസമ്മേളനം ഇവിടെ പരിസമാപ്തിയിലേക്ക് പതുക്കെ പ്രവേശിക്കുകയാണ്. ഇതിഹാസ തുല്യമായ ഈ മഹാസമ്മേളനം ഹൃത്തടത്തിൽ പകർന്നു നൽകിയ ആത്മനിർവൃതിയും പേറിയാണ് ഓരോ ദീനി വിശ്വാസിയും ഇവിടെ നിന്നും മടങ്ങുന്നത്. പണ്ഡിത സമൂഹത്തിന്റെ വാഗ്ധോരണികളിൽ
സമസ്തയുടെ ആദർശത്തിന്റെ ആഴങ്ങളും മൂല്യങ്ങളും ഉൾക്കൊള്ളേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണെന്ന സന്ദേശം ജ്വലിച്ചു നിൽക്കുന്നു. ഈ ജ്വാല പകർന്നു നൽകുന്ന ആത്മീയ വെളിച്ചവുമായാണ് ഈ മഹാസമ്മേളനത്തിന് ഇവിടെ തിരശീല വീഴുവാൻ പോകുന്നത്. ഈ സംപ്രേഷണം കണ്ട ഓരോ പ്രേക്ഷക മനസ്സിലും ഈ രജതപ്രകാശം തെളിഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദർശനയുടെ ഈ തത്സമയ സംപ്രേഷണ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണി മുതൽ 4 മണി വരെ വീണ്ടും റീടെലികാസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ദർശന ടെലിവിഷന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഇനി ചാനൽ ഫ്ലോറിലേക്ക്. പാപമോചന തീരത്തേക്കൊരു തീർത്ഥയാത്ര മലബാർ